ഇത് 2012 മോഡൽ റെനോൾഡ് സ്കാലയാണ്. ഡീസൽ വേരിയൻ്റാണ്. ക്ലച്ച് കംപ്ലൈൻറ്റ് പറ്റുന്ന ഒരു വണ്ടിയാണ്. വണ്ടി ഇപ്പോൾ 1,00,000 പുറത്ത് ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് വണ്ടി ക്ലച്ച് മാറുന്നത്. കസ്റ്റമർ അത്യാവശ്യം കെയർ ചെയ്യുന്ന ഒരു വണ്ടിയാണ്. അപ്പം ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് നല്ല ഹാർഡാണ് ക്ലച്ച് ചവിട്ടി പകുതിയിലെത്തുന്ന സമയത്താണ് ഈ ടൈറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഗിയറും അത്യാവശ്യം ടൈറ്റ് ഉണ്ട്. ഗിയർ എന്ന് വെച്ചാൽ ഫസ്റ്റ് സെക്കൻഡ് റിവേഴ്സ് അത്യാവശ്യം ടൈറ്റാണ്. അപ്പോൾ ഈ ഗിയർ ഇടുന്ന സമയത്ത് ഇങ്ങനെ ടൈറ്റായിട്ടാണ് ഗിയർ വീഴുന്നത്. ഫസ്റ്റ് സെക്കൻഡ് റിവേഴ്സ് കണ്ടില്ലേ. നമുക്കിനി ക്ലച്ച് ഇളക്കണം. ഇപ്പോൾ നമ്മൾ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട് സസ്പെൻഷൻ ഇളക്കണം. സസ്പെൻഷൻ ഗിയർ ബോക്സിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം ഇളക്കി ഗിയർ ബോക്സ് ഇളക്കി എടുത്തിരുന്നാലേ നമുക്കിപ്പം ക്ലച്ച് ഇളക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വണ്ടി ഇപ്പോൾ 1,00,000 പുറത്ത് വണ്ടി ഓടിയിട്ടുണ്ട്. നമുക്ക് ക്ലച്ച് ഇളക്കി എടുത്തതിന് ശേഷം ക്ലച്ചിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണോ നോക്കാം. വണ്ടിയുടെ ക്ലച്ച് ഡിസ്ക് നമ്മളിപ്പോൾ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് വണ്ടിയുടെ ക്ലച്ച് ഡിസ്ക് തീർന്ന് റിവേറ്റ് പിടിക്കേണ്ട ഒരു അവസ്ഥയിലോട്ടായിട്ടുണ്ട്. റിവേറ്റ് പിടിച്ചിട്ടില്ല. മെയിനായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ടൈറ്റ് ആണോ ഇപ്പോൾ ഈ ക്ലച്ച് ഇപ്പോൾ ഇളക്കിയിരിക്കുന്നത്. ടൈറ്റ് ഉണ്ട്, ഷുവറിങ് ഉണ്ട്. ഈ കണ്ടില്ലേ ടോപ്പ് ഗിയർ ആയിരുന്ന ഈ ടീത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ വീണിട്ടുണ്ട്. അതാണ് വണ്ടിയുടെ പ്രഷർ പ്ലേറ്റ്. റിലീസ് ബിയറിംഗ് പിടിക്കുന്ന ഭാഗം കംപ്ലീറ്റ് കട്ടായി പോയിട്ടുണ്ട്. കട്ടായി ബ്ലൈഡ് ആയിട്ടുണ്ട്. പിന്നെ ഈ ഫിംഗർ ടൈറ്റ് ആകുന്നതുകൊണ്ടാണ് നമുക്ക് ക്ലച്ച് ടൈറ്റ് ആവുന്നത്. അപ്പോൾ ലുക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് കിടക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ സ്ലേവ് സിലിണ്ടർ മാറി വിടുന്നുണ്ട്. സ്ലേവ് സിലിണ്ടർ അത്യാവശ്യം നല്ല രീതിയിൽ നോയ്സ് ഉണ്ട്. അപ്പം ക്ലച്ച് അസംബ്ലി, സ്ലേവ് സിലിണ്ടർ, ഗിയർ ഓയിൽ ഇത്രയും നമുക്ക് ചേഞ്ച് ചെയ്യണം. പുതിയ സ്പെയർ എടുത്തിരിക്കുന്നത് റെനോൾഡിൻ്റെ ജെന്യൂൻ പാർട്സ് ആണ് എടുത്തിരിക്കുന്നത്. ക്ലച്ച് അസംബ്ലി വന്നിട്ട് 9,675 രൂപ. സ്ലേവ് സിലിണ്ടർ വന്നിട്ട് 4,455 രൂപയാണ് MRP വില വരുന്നത്. ഇതാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ക്ലച്ച് ഡിസ്ക്. ക്ലച്ച് ഡിസ്കിൻ്റെ റിവേറ്റൊക്കെ അത്യാവശ്യം ഉള്ളിലോട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രഷർ പ്ലേറ്റിൻ്റെ ഫിംഗറൊക്കെ കണ്ടില്ലേ, നല്ല ഫിനിഷിംഗ് ആണ്. അതുപോലെ തന്നെ ഫേസും നല്ല ഫിനിഷിങ്ങിലാണ് ഇരിക്കുന്നത്. നമ്മൾ ക്ലച്ചൊക്കെ ഇനി നല്ല ഫ്രീ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ സ്ലേവ് സിലിണ്ടർ കണ്ടില്ലേ, ഇതാണ് 2 ബോൾട്ടിനാണ് ഈ സ്ലേവ് സിലിണ്ടർ പിടിപ്പിക്കുന്നത്. അങ്ങനെ ക്ലച്ചൊക്കെ സെറ്റ് ചെയ്ത് വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കടുത്ത് വണ്ടി ഓടിച്ച് നോക്കണം. വണ്ടി ഇപ്പോൾ 1,1425 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി ഓടിച്ച് നോക്കിയപ്പോഴത്തേക്കും ക്ലച്ചൊക്കെ നല്ല ഫ്രീ ആണ്. ക്ലച്ച് നല്ല ഫ്രീ ആണ്. ഗിയറും അത്യാവശ്യം നല്ല ഫ്രീ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പുള്ളിങ്ങും ഉണ്ട് വണ്ടി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്.